പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മാധ്യമങ്ങൾ മുക്കിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിത് അവസാനം വരെ കാണണം. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും വേണം. പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതും ഒരുപക്ഷെ ഇനി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തതുമായ ഒരു വിഷയമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമചന്ദ്രൻ സാർ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ച് ഞാൻ പറയാം. കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമാണ്. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ അവിടുത്തെ പട്ടികവർഗത്തിൻ്റെ കോടിക്കണക്കിന് രൂപയെടുത്ത് തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഈ സംഭവം പുറത്തു വന്നിട്ട് ദിവസങ്ങളായി. കേരളത്തിലെ ഒരു മാധ്യമവും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തിനേറെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പൊതുമേഖലാ ബാങ്കിലെ മാനേജർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഓൺലൈൻ ചാനലുകളോ, അവരാണല്ലോ സമാന്തര മാധ്യമ പ്രവർത്തനം നടന്നവർ, മുഖ്യധാരാ മാധ്യമങ്ങളോ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങളാണ് രാമേന്ദ്രൻ സാർ നിങ്ങളോട് പറയുന്നത്. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ നിർവഹിക്കണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ആ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ഇത് കർണാടകയിലെ പട്ടികവർഗ വികസന കോർപ്പറേഷനാണ്. അതിൻ്റെ പേര് വാൽമീകി പട്ടിക വർഗ വികസന കോർപ്പറേഷൻ എന്നാണ്. ഈ പട്ടികവർഗ SC/ST ഡെവലപ്മെൻറ്റ് അതിൻ്റെ മന്ത്രി നാഗേന്ദ്ര എന്ന് പറഞ്ഞ ആളാണ്. ഈ നാഗേന്ദ്ര ഏത് നിമിഷവും രാജിവെച്ചേക്കാം, അതാണ് അവസ്ഥ. പക്ഷേ അത് നാഗേന്ദ്രയിൽ നിൽക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് എത്ര കോടി രൂപയുടെ ഇടപാടാണ്? എന്താണ് നടന്നത് സാർ? 94.73 കോടി രൂപ ആണ് ഈ ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട്. ആകെ 94.73 കോടി രൂപയാണ് ഈ വാൽമീകി കോർപ്പറേഷൻ കർണാടകയിൽ നിന്ന് തെലങ്കാനയിലെ 14 അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ പട്ടികവർഗ വികസന കോർപ്പറേഷന് ഈ യൂണിയൻ ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകളിൽ ഉണ്ടായിരുന്ന 187.33 കോടി രൂപ അത് MG റോഡ് ബ്രാഞ്ചിലേക്ക് മറ്റേ ബാംഗ്ലൂരിലെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്രഷറിയിലുണ്ടായിരുന്ന ഫണ്ടും ട്രഷറിയിലെ പണം ഈ ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണവും MG റോഡിലെ ബാങ്കിലേക്ക് മാറ്റി. ട്രഷറിയുടെ മാറ്റി മറ്റ് ബ്രാഞ്ചുകളിലുണ്ടായിരുന്ന ചില ചില്ലറ കോടികളും എല്ലാം കൂടി MG റോഡ് ബ്രാഞ്ചിലേക്ക് മാറ്റി, യൂണിയൻ ബാങ്കിൻ്റെ. എന്നിട്ട് ഈ യൂണിയൻ ബാങ്കിൽ നിന്ന് യൂണിയൻ ബാങ്കിൻ്റെ ചീഫ് മാനേജർ അവരുടെ സഹായത്തോടു കൂടി ഒരു സ്ത്രീയാണ്, അവിടുത്തെ എല്ലാ സ്റ്റാഫും ഒക്കെ അറിഞ്ഞിട്ട് വ്യാജ വൗച്ചറുകൾ, വ്യാജ പാസ്ബുക്ക്, വ്യാജ ചെക്ക്, വ്യാജ സ്റ്റേറ്റ്മെൻറ്റുകൾ, അങ്ങനെ മൊത്തം ബാങ്കിൽ ഈ വ്യാജ പരിപാടികൾ ചെയ്തിട്ട് ഈ കോർപ്പറേഷനിലെ പല ആളുകളും ഇത് അറിഞ്ഞിട്ടില്ല, ഈ വ്യാജം ബാങ്കിൽ നടന്നത്. പക്ഷെ ബാങ്കിന് വേറെ എവിടുന്നോ ഇൻസ്ട്രക്ഷൻ പോയിട്ടുണ്ട്. പട്ടികവർഗ വികസന കോർപ്പറേഷൻ MDയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ആ പണം എടുത്തിട്ട് 14 IT കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് ഹൈദരാബാദിലുള്ള, അതെല്ലാം കോൺഗ്രസ് ബന്ധമുള്ള കമ്പനികൾ. അത് ആ IT കമ്പനികൾ തന്നെ നിലവിൽ ശരിക്കും ഉള്ളതാണോ ഫേക്ക് അക്കൗണ്ട്സ് ആണോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള അന്വേഷണത്തിലെ തെളിയുകയുള്ളൂ. ഇത് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കുഴപ്പമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ഇതിൻ്റെ അക്കൗണ്ടൻറ്റ് ഈ പട്ടികവർഗ കോർപ്പറേഷൻ്റെ സൂപ്രണ്ട് P. ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ ചന്ദ്രശേഖർ 6 പേജിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മന്ത്രിയുടെ നിശബ്ദമായ ആശയവിനിമയം വഴി ഇത് ഈ കോർപ്പറേഷൻ്റെ MDയും മറ്റുന്നത ഉദ്യോഗസ്ഥരും ഈ ബാങ്കുകാരും കൂടി ചെയ്തിട്ടുള്ളതാണിത് എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചു. അങ്ങനെയാണ് ഈ വിവരം മുഴുവൻ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഞായറാഴ്ച ശിവമൊഗ്ഗ, അവിടെയാണ് അയാളുടെ വീട്, സൂപ്രണ്ട് ആത്മഹത്യ ചെയ്തത് ശിവമൊഗ്ഗയിലാണ്.
ഉന്നതർ, ഈ കോർപ്പറേഷനിലെ ഉന്നതർ എന്നെ തട്ടിപ്പിന് പ്രേരിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. MD ഇപ്പോൾ അക്കൗണ്ടൻ്റ് ചീഫ് മാനേജർ യൂണിയൻ ബാങ്ക്, അവർ ഇവിടുത്തെ MD ഇങ്ങനെ ഉള്ള എല്ലാവരും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ രണ്ടുപേരെയും MDയെയും മാനേജറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6 ഉദ്യോഗസ്ഥർ യൂണിയൻ ബാങ്കിലെ അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട് പോലീസിൽ. മെയ് 28 ഈ ആത്മഹത്യയൊക്കെ നടന്നല്ലോ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇതിൻ്റെ ജനറൽ മാനേജർ, പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ രാജശേഖർ പോലീസിൽ പരാതി കൊടുത്തു. ഇങ്ങനെ ഈ കോർപ്പറേഷനിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ജനറൽ മാനേജറുടെ മുകളിലും MD ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഇത് ഫെബ്രുവരി 10 മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയത്. ഫെബ്രുവരി 19 മുതൽ ഈ വസന്ത് നഗർ ശാഖയിൽ നിന്ന് MG റോഡിലേക്ക് ആദ്യം അക്കൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുതലാണ് ഇത് തുടങ്ങിയത്. എന്നിട്ട് 187.33 കോടി രൂപ പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ ട്രഷറിയിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് പാസ്ബുക്കും ചെക്ക് ബുക്കും ഒന്നും ഈ മൊത്തം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത്രയും വന്നതിൻ്റെ പാസ്ബുക്കിൽ കാണിച്ചിട്ട് ചെക്ക് ബുക്കുകളോ ഒന്നും ഈ പട്ടികവർഗ കോർപ്പറേഷന് കൊടുത്തില്ല. അത് അദ്ദേഹം, ആ സൂപ്രണ്ട് ആത്മഹത്യ ചെയ്ത ആൾ അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഫോർജ്ഡ് ചെക്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കിയ ചെക്കുകൾ, ഫോർജ്ഡ് RTG സ്ലിപ്സ്, അതെ RTGS നമ്മളങ്ങോട്ട് ഇത് ചെയ്യിക്കുന്ന ഫേക്ക് സിഗ്നേച്ചേഴ്സ്, MDയുടെ ഒക്കെ വ്യാജ ഒപ്പുകൾ, ഫേക്ക് ബോർഡ് റെസൊല്യൂഷൻസ്, പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് ചേർന്നു എന്നുള്ള, എന്നിട്ട് മിനിറ്റ്സിൻ്റെയൊക്കെ വ്യാജമായി ഉണ്ടാക്കിയത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. ഇങ്ങനെയാണ് ഇത്രയും തുക 94.73 കോടി രൂപ ഹൈദരാബാദിലേക്ക് പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. യൂണിയൻ ബാങ്കിൻ്റെ CEO മണിമേഖല, നിതേഷ് രഞ്ജൻ, ഇവരൊക്കെ ഡയറക്ടർമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. നിതേഷ് രഞ്ജൻ, രാമസുബ്രഹ്മണ്യം, സഞ്ജയ് രുദ്ര, പങ്കജ് ദ്വിവേദി, ഇവർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. സുജിഷിത റാവൽ, അവരാണ് ചീഫ് മാനേജർ. ഇത്രയും പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. ഇത് മെയ് 23 വരെ ഈ ട്രാൻസ്ഫേഴ്സ് തുടർന്നിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 14 അക്കൗണ്ടുകൾ ആരുടെയാണെന്നുള്ള അറിയില്ല, അനോണിമസ് അക്കൗണ്ട്സ് എന്നാണ് ഇപ്പോൾ FIRൽ പറയുന്നത്. 14 അക്കൗണ്ടുകളും അനോണിമസ് അക്കൗണ്ട്സ് ആണ്. ഈ പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് ആദ്യം ഇത് ഹൈദരാബാദിലെ ഒരു സഹകരണ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ആ സഹകരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് 14 IT അക്കൗണ്ടുകളിലേക്ക് ഇത് മാറ്റിയത്. അല്ല, ഇത്രയും വലിയ തുകയുടെ ട്രാൻസാക്ഷൻ സമയമെടുത്ത് നടന്നിട്ട് സർക്കാരും ബന്ധപ്പെട്ടവരും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഒരു പ്രകോപനവും ഇല്ലാതെ ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സർക്കാരിനെ പിരിച്ചുവിടാൻ നീക്കം നടക്കുന്നുണ്ട്, അതിനുവേണ്ടി കേരളത്തിലൊരിടത്ത് ശത്രുസംഹാര പൂജയും മൃഗബലിയൊക്കെ നടത്തി എന്നൊരു പകുതി തമാശ പോലെ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് അതിൽ പറയുന്നു. സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്ന് ഉപമുഖ്യമന്ത്രി സമ്മതിച്ചു. ഒരു പക്ഷേ നോക്കൂ, ഇത് ഇത്രയും വലിയ തുക ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി, ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഒക്കെയാണ്, സർക്കാരിന്റെ അഴിമതിയാണ്, CBI വരെ വരാം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കും, ED ഉൾപ്പെടെയുള്ള അന്വേഷണം ഇപ്പോൾ സർക്കാരിന്റെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് സർക്കാർ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടും കേസെടുത്തു എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കാനാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും തെലങ്കാനയിൽ, ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പണം അവിടുത്തെ കടലാസ് കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കർണാടക സർക്കാർ പണം അവരുടെ ഔദ്യോഗിക പൊതുജനങ്ങളുടെ പണം കോൺഗ്രസ് പാർട്ടിക്ക് പ്രചാരണത്തിന് കൊടുത്തതാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട്.
അതിൽ നിന്ന് സർക്കാരിന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. എന്താന്ന് വെച്ചാൽ ഈ ആത്മഹത്യ ചെയ്ത സൂപ്രണ്ട് ചന്ദ്രശേഖർ എഴുതി വെച്ചിരിക്കുന്നത് മന്ത്രിയുടെ നാഗേന്ദ്ര എന്ന് പറഞ്ഞ മന്ത്രി, നമുക്കറിയാലോ പട്ടികവർഗ മന്ത്രി എന്ന് പറയുന്ന ആള്, അദ്ദേഹം തന്നെത്താനെ മറ്റേ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിന് പണം കൊടുക്കില്ല. മുകളിലുള്ള ആള് പറയണം, സിദ്ധരാമ അല്ലെങ്കിൽ ശിവകുമാർ. ഗവൺമെന്റ് മണി പാർട്ടിക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർണാടകയിൽ എന്താണ് നമുക്ക് ഭാവന ചെയ്യാൻ പോലും പറ്റില്ല. നമ്മൾ കേരളത്തിൽ ഇത്രയും കൊല്ലം പത്രപ്രവർത്തനം നടത്തിയതല്ലേ, ആ സംസ്ഥാനത്ത് പോലും കൊടുക്കാൻ പറ്റില്ല. പിന്നെയാണ് വേറൊരു സംസ്ഥാനത്തേക്ക് എടുത്ത്. അല്ല, കർണാടകയിൽ സമീപകാലത്തെ അവർ ചെയ്ത് നോക്കൂ. ക്ഷേത്രങ്ങളുടെ വരുമാനത്തിന് നികുതി, ക്ഷേത്രങ്ങൾ ഭരിക്കാൻ അഹിന്ദുക്കളായ ആളുകളെ നിയമിക്കാവുന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള അത് കോമൺ ഫുൾ ഫണ്ടിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഹിന്ദു ഇതരരെ നിയമിക്കാം, ഹിന്ദുക്കളെ നിയമിക്കാം. അങ്ങനെ ഈ മറ്റൊരു സംസ്ഥാനത്തും കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് കർണാടകയിലെ സർക്കാർ ചെയ്തു. അതാണ് വിധ്വംസക പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അതാണ് പ്രധാനം. കാരണം ഇപ്പോൾ അവിടെ രാമേശ്വരം കഫേ സ്ഫോടനം തുടങ്ങി പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. അത് തടിയൻ്റെ അവിടെ നസീർ പരപ്പന അഗ്രഹാര ജയിലിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ അതെ. എന്തിനേറെ അവിടെ ബാംഗ്ലൂർ നഗരപ്രാന്തത്തിൽ ഒരു തൊഴിലാളി അയാളുടെ കടയിൽ ഹനുമാൻ ചാലീസ വെച്ച് കടയടിച്ച് പൊളിച്ചു. ഇതൊന്നും കേട്ടുകേഴ്വിയില്ലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കർണാടകയിൽ. പണ്ട് കർണാടകയിൽ ഉണ്ടായിരുന്ന ദുഷിച്ച പ്രവണതകളെല്ലാം വീണ്ടും സിദ്ധരാമയ്യയുടെ കാലത്ത് തിരിച്ചു വരികയാണ്. അതെ, സിദ്ധരാമയ്യയുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിൻ്റെ കയ്യിലേക്ക് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. കാരണം അദ്ദേഹമാണല്ലോ ജയിപ്പിച്ചെടുത്തതായിട്ടൊക്കെ പറയുന്നത്. സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, ഞാൻ ഇനി മത്സരിക്കില്ല, എൻ്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞിട്ട് മകനെയും മറ്റേ മരിച്ചുപോയ മകൻ്റെ മകനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു. ഏതായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം 4-ാം തീയതി വരും. 4-ാം തീയതി വന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നത് പോലെയാണ് 9-ാം തീയതി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് BJP പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയതായി പറയുന്നു. കർത്തവ്യപഥത്തിൽ സത്യപ്രതിജ്ഞ, ദൂരദർശൻ പോലും 100 ക്യാമറ വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെ ABC മലയാളത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും സർക്കാർ 9-ാം തീയതി BJP സർക്കാർ വരുമെന്ന് BJP പറയുന്നു. അല്ല, 7-ാം തീയതി തന്നെ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി പറയുന്നു. ഏതായാലും പുതിയ സർക്കാർ വരും. ഏത് സർക്കാർ വന്നാലും കേന്ദ്രത്തിന് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി വന്നാൽ ഒരു പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലെ പണം, ഇന്ത്യൻ ട്രഷറിയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പണം അല്ലെങ്കിൽ RBIയുടെ പണം തന്നെ വേണ്ടി വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാം എന്ന തരത്തിലേക്ക് ചിന്തിക്കുന്ന പാർട്ടികളുടെ ഒരു കൊലീഷൻ ഉണ്ടാക്കിയാണ് ഭരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അല്ല, അവരുടെ ഇപ്പം നോക്കൂ, ഞാൻ പറഞ്ഞത് വെറുതെ അല്ലേ സാർ, 2 ലക്ഷം കോടിയുടെ 2G സ്പെക്ട്രം അഴിമതി നടത്തിയ രാജയെ മന്ത്രിയാക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഘടകകക്ഷികളൊക്കെ ചേർന്നിട്ട് സർക്കാരിൻ്റെ പൊതു ഫണ്ട് ഏതെല്ലാം തരത്തിലേക്ക് അലോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു പാവ മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ. അതെ, ഇത് MD JG പത്മനാഭ, അക്കൗണ്ടന്റ് G പരശുറാം രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പട്ടികവർഗ കോർപ്പറേഷൻ. പക്ഷെ അവര് തന്നെത്താനെ ചെയ്യില്ലല്ലോ. ഇങ്ങനെ ഭീകരമായൊരു കുംഭകോണമല്ലേ ഇത്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു സംസ്ഥാനത്ത് തന്നെ ചെയ്യാൻ പറ്റില്ല. കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ട് ഇവിടുത്തെ ഒരു വകുപ്പിൻ്റെ പണം എടുത്ത് കൊടുക്കുക. നമ്മൾ എന്തെല്ലാം ആരോപണങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ചെയ്തിട്ടില്ല. പൊതുഖജനാവിലെ പണമെടുത്ത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ബംഗാളിലേക്കോ ത്രിപുരയിലേക്കോ അയച്ചു കൊടുത്തു നമ്മൾ കേട്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഈ ഹൈദരാബാദിലെ അക്കൗണ്ടിലേക്ക് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം അയച്ചു എന്നിരിക്കട്ടെ, ഇത് 2 ആഴ്ച കൊണ്ടോ മറ്റോ തിരിച്ചു തരാമെന്ന് അവിടുന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു ഒന്നും ഇരിക്കട്ടെ, എന്നാലും കൊടുക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ പണമല്ലേ. കാരണം അത് മുഴുവൻ, പക്ഷേ ഈ ബാങ്കിൽ മുഴുവൻ വ്യാജരേഖകൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്തൊരു ബാങ്കാണിത്. ബാങ്ക് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കാണ്. നമ്മുടെ കാസർഗോഡുകാരൻ MP നായർ കുറെ കാലം അതിൻ്റെ CEO ആയിട്ടിരുന്നതാണ്. ഏതായാലും ആശങ്കാജനകമായ വിവരങ്ങളാണ് കർണാടകയിൽ നിന്ന് കേൾക്കുന്നത്. സർക്കാരിൻ്റെ പണം രാഷ്ട്രീയ പാർട്ടികൾക്ക്
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് ഭരണം ഒരു സംസ്ഥാനത്തെ മാറ്റിയിരിക്കുന്നു. അവർക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ഓർമ്മിക്കുമ്പോൾ ഒരു ഭയം നമ്മുടെ നട്ടെല്ലിലൂടെ ഇരച്ച് കയറേണ്ടതുണ്ട്. ജാഗ്രതയും വേണം. കോൺഗ്രസ്സുകാർ ചെയ്ത തട്ടിപ്പായതുകൊണ്ടായിരിക്കും ഇവിടെ മാധ്യമങ്ങളിൽ ഇതുവരെ വാർത്ത വരാത്തത്. ഇനിയും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കും എന്ന് തോന്നുന്നില്ല.